കർത്താവിൻ്റെ മേശയിൽ കർത്താവിനോടൊപ്പം സംബന്ധിക്കുന്നത് എത്ര വലിയ ഭാഗ്യവും എത്ര വലിയ പദവിയുമാണ്. എന്നാൽ ആ വിധത്തിൽ അതിനെ കണ്ട് പതിവായി കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കുന്നവരുടെ എണ്ണം വളരെ വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് പതിവായി കർത്താവിൻ്റെ മേശയിൽ നാം സംബന്ധിക്കാത്തത്? രണ്ട് കാര്യം അടിസ്ഥാനപരമായി. ഒന്ന്, എന്താണ് കുർബാന, ആരാണ് നമ്മെ ക്ഷണിക്കുന്നത്? ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വളരെ നിശ്ചയമില്ലാത്തത് കൊണ്ടാണ് പതിവായി കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കാത്തത്. ഇത് കർത്താവിൻ്റെ മേശ, കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു എന്നൊറ്റ ചിന്തയുണ്ടെങ്കിൽ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഒരു കാരണവശാലും മാറി നിൽക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. ഒരു കാരണവശാലും സാധിക്കും. പലരും പല കാരണങ്ങൾ പറയാറുണ്ട്. ചിലർ ആരാണ് കുർബാന ചൊല്ലുന്നത് നോക്കി കുർബാന കൊള്ളണോ വേണ്ടോ എന്ന് ചെയ്യും. സാധാരണ നമ്മുടെ ഇടവകളിലൊക്കെ വരുന്നൊരു അപകടം, അച്ഛന്മാരുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാകും. പിന്നെ ഉടനെ പ്രഖ്യാപനമാണ്, ഈ അച്ഛൻ ട്രാൻസ്ഫർ ആകാതെ ഞാൻ കുർബാന കൊള്ളാം. അച്ഛനോട്ട് ട്രാൻസ്ഫർ ആകുന്നു, കുർബാന കൊള്ളാതെ മുട്ടുകയും ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? വേറെ പള്ളിയിൽ പോയി കുർബാന കൊള്ളും. വല്ല ഗുണമുണ്ടോ? അച്ഛന്മാരുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് പറഞ്ഞു തീർക്കേണ്ടതല്ലേ അല്ലേ? ആര് കുർബാന ചൊല്ലുന്നു എന്നുള്ളത് വളരെ അപ്രസക്തമാണ്. പക്ഷെ ആരാണ് നമ്മെ ക്ഷണിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തം. ഇപ്പം നമ്മളെ ഒരു കല്യാണത്തിന് ആരെങ്കിലും ക്ഷണിച്ചാൽ നമ്മൾ ആരെങ്കിലും അവരോട് ചോദിച്ചിട്ടുണ്ട്, അവിടെ ആരാ വിളമ്പുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്? ചോദിച്ചിട്ടേ ഇല്ല, ചോദിക്കുകയില്ല അല്ലേ? ഇത് കർത്താവിൻ്റെ മേശയാണ്. കർത്താവിൻ്റെ മേശയിൽ വിളമ്പുന്നതിനായി ഞങ്ങളെയൊക്കെ വിളിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആര് കുർബാന ചൊല്ലുന്നു, അച്ഛൻ ചൊല്ലിയാലും വികാരി ജനറൽ ചൊല്ലിയാലും മെത്രാൻ ചൊല്ലിയാലും ഒക്കെ ഒരു വഴി. അപ്പോൾ ആര് വിളമ്പുന്നു എന്നുള്ളതല്ല, ആരാണ് ക്ഷണിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. തിരുമേശയിലേക്ക് ക്ഷണിക്കുന്നത് ആരാണ്? കർത്താവ്. അവിടെ ആര് കുർബാന ചൊല്ലിയാലും കുഴപ്പമില്ല. അതല്ല, കുർബാന ചൊല്ലുന്നത് ആര് എന്നുള്ളത് അപ്രസക്തമായ ഒന്നാണ്. പക്ഷെ ആരാണ് ക്ഷണിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തം. അപ്പം ആ വിധത്തിൽ അതിനെ കണ്ടാൽ നമുക്ക് എന്താ പ്രയാസം? എപ്പോഴും ഇപ്പോൾ ഇന്ന് അവർ വന്നിട്ടുള്ള ഒരു 99% കുർബാന കൊള്ളുന്നു എനിക്കറിയാം. കാരണം മെത്രാനാണ് കുർബാനയുള്ളത്, മെത്രാനാണ് വിളമ്പുന്നത്. ഞാൻ പറഞ്ഞു, മെത്രാൻ വിളമ്പിയാലും അച്ഛൻ വിളമ്പിയാലും എല്ലാം തുല്യമാണ്. അതുകൊണ്ട് ആര് വിളമ്പുന്നു എന്നതിനേക്കാൾ ആരാണ് നമ്മെ ക്ഷണിക്കുന്നത് എന്നുള്ളതാണ് സുപ്രധാനം. രണ്ട്, ചില ആളുകൾ പറഞ്ഞു കേൾക്കുന്നു, ഞാൻ ഒരുങ്ങിയിട്ടല്ല വന്നിരിക്കുന്നത്, പിന്നെ എങ്ങനെ കുർബാന കൊള്ളും? അതുകൊണ്ട് ശരിയാണ്, തിരുവചനം വളരെ കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുക്കത്തോടെ വേണം കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കാൻ, അല്ലെങ്കിൽ അത് ശിക്ഷാവിധിക്ക് കാരണമായി ഭവിക്കും. എനിക്ക് യാതൊരു സംശയമില്ല. എന്നാൽ നമുക്ക് ഒരുപാട് ധാരണപ്പെശകളുണ്ടെന്നുള്ളത് സമ്മതിക്കാതിരിക്കാൻ വയ്യ. എന്താണ് ഒരുക്കം? കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കാനുള്ള ഒരുക്കം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമാണ്. നമ്മുടെ പാപങ്ങളെ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതാണ് കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കാനുള്ള ഒരുക്കം. അല്ലാതെ വേറെ ചില കാര്യങ്ങളൊക്കെ പുരുഷന്മാരുടെ ഇടയിൽ സ്ത്രീകളുടെ ഇടയിൽ ഒരുപാട് ധാരണപ്പെശകുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ വളരെ അപ്രസക്തമായ കാര്യങ്ങളാണ്, വളരെ വളരെ അപ്രസക്തമായ കാര്യം. ഞാൻ അതിനെക്കുറിച്ച് പറയാനായിട്ട് സമയമെടുക്കുന്നത്. അപ്പം ഒരുക്കമെന്ന് പറയുന്നത് ഇതാണ്. ഒരുക്കത്തോടെ വേണം വരാൻ. എൻ്റെ ചോദ്യം, എന്തേ ഒരുങ്ങാഞ്ഞ്? കഴിഞ്ഞ ഞായറാഴ്ച ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ കർത്താവ് ക്ഷണിച്ചിട്ടാവട്ടെ, എന്താണ് മക്കളെ, ശനിയാഴ്ച എൻ്റെ സദ്യയുണ്ട് വരണം. ഇന്ന് നമ്മളിവിടുന്ന് ഇറങ്ങുമ്പോഴേ കർത്താവ് നമ്മൾ ക്ഷണിച്ചിട്ടാവട്ടെ, മക്കളെ എൻ്റെ സമയത്ത് എൻ്റെ സദ്യയുണ്ട് വരണം അല്ലേ? പിന്നെന്തേ ഒരുങ്ങിയില്ലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഒറ്റ മറുപടിയേ ഉള്ളൂ, ഓ അങ്ങേരിക്കിനെ വിളിച്ചുകൊണ്ടിരിക്കും, എനിക്ക് മനസ്സുള്ളപ്പൊക്കെ പോവും, ബർത്ത്ഡേക്കോ മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ഒക്കെ പോയി കുർബാന പോകും. അല്ലാതെ കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കാനുള്ള താല്പര്യക്കുറവ് കാണുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ തമ്പുരാനോടുള്ള ബന്ധത്തിൽ എവിടെയോ കുഴച്ചിലുണ്ട് എന്ന് തന്നെയാണ്. അല്ലാതെ വേറെന്താണ് അതിനകത്ത് അർത്ഥം? ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജി ഡൽഹിയിലേക്ക് ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ചു വന്നിരിക്കട്ടെ. നിങ്ങൾക്ക് ആ ഇൻവിറ്റേഷൻ കിട്ടിയാൽ എന്നാ ചെയ്യും?
അല്ലേ? എല്ലാവരും പോകും, പോകുന്ന സംശയമില്ല അല്ലേ? ഏത് മാർക്സിസ്റ്റുകാരനും പോവും, കോൺഗ്രസ്സുകാരനും പോവും, പിന്നെ ഏത് പാർട്ടി ആയാലും പോവും അല്ലേ? ആ നിമിഷം മുതൽ നമ്മുടെ ഫോൺ എൻഗേജ്ഡ് ആയിരിക്കും. വാട്സപ്പ്, ഫേസ്ബുക്ക് നിറഞ്ഞു നിൽക്കും. വിളിച്ചാൽ കിട്ടുമോ? ഇല്ല. ലോകത്തിലുള്ള സകലമായ മനുഷ്യരെ വിളിച്ച് പറയുകയാണ്, പ്രൈം മിനിസ്റ്റർ എന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ക്ഷണിച്ചിട്ടുണ്ട്, ഉടനെ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യും. ഒരാഴ്ച മുമ്പേ ഡൽഹി പോയി താമസിക്കാൻ തുടങ്ങും. അലമാരി നിറച്ച് ഷർട്ടും പാൻറ്റും ഉണ്ടെങ്കിലും പുതിയ ഷർട്ടും പാൻറ്റും ഒക്കെ മേടിക്കും. സ്ത്രീകളാണെങ്കിൽ അങ്ങ് മഹാലക്ഷ്മി പോയി പുതിയ സാരി വാങ്ങിക്കും. എന്നിട്ട് 8 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ്, 7 മണിക്കെങ്കിലും പ്രൈം മിനിസ്റ്ററുടെ ഗേറ്റിലെത്തും. എന്നിട്ടിങ്ങനെ വാച്ച് നോക്കുക, സമയം പോകുന്നില്ല. ശരിയാ, ഞാൻ പറഞ്ഞത് ശരിയല്ല. കാരണം മിസ് ചെയ്യാൻ ഒരു കാരണവശാലും സാധിക്കില്ല. ഒരു പ്രൈം മിനിസ്റ്റർ വിളിക്കുമ്പോൾ ഇത്രയും ആകാംക്ഷയും ഒരുക്കവും ഉണ്ടെങ്കിൽ, സകലത്തെയും സൃഷ്ടിച്ച കർത്താവ്, സകലത്തെയും വീണ്ടെടുത്ത തമ്പുരാൻ, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ നമ്മെ ക്ഷണിക്കുമ്പോൾ ഞാൻ ഒരുങ്ങിയില്ല എന്നെങ്ങനെ പറയാനൊക്കും? എങ്ങനെ പറയാനൊക്കും? അല്ലേ? അതിൻ്റെ അർത്ഥം ഈ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല എന്നുള്ളതുകൊണ്ടാണ്. പള്ളിയിലൊക്കെ പോകാം, മെമ്പർഷിപ്പ് അവിടെ കിടക്കുന്നത് നടക്കണ്ടേ, കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, അത് ഇരിക്കട്ടെ, അത്രയേ ഉള്ളൂ. അതിലപ്പുറം കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമാണെന്നും പറയുവാൻ തക്കവണ്ണം പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്കൊരു ആകാംക്ഷയും ഒരുക്കവും ഇല്ല. ഇവിടുന്ന് ഇറങ്ങുന്ന നിമിഷം മുതൽ അടുത്ത കുർബാനയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കമായിരിക്കണം ജീവിതം. ആകാംക്ഷയോടുകൂടെ അടുത്ത വിശുദ്ധ മേശയിൽ സംബന്ധിക്കുന്നുള്ള ഒരുക്കത്തോടെ ജീവിക്കണം. അതാണ് കർത്താവ് നമ്മുടെ പ്രതീക്ഷ. 3, ചില ആൾ പറഞ്ഞു, ഞാൻ പാപിയാണ്, ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് വരാനോ തിരുമേശയിൽ സംബന്ധിക്കാനോ ഒരു യോഗ്യതയില്ലാത്ത ഒരുപാട് പാപം ചെയ്തു. അത് വളരെ ശരിയാണ് അല്ലേ? എനിക്കോ നിങ്ങൾക്കോ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നതിനോ തിരുമുഖത്തേക്ക് നോക്കുന്നതിനോ വല്ല അവകാശമുണ്ടോ, വല്ല യോഗ്യതയുണ്ടോ? എൻ്റെ വിചാരത്തിൽ ഒരു യോഗ്യതയില്ല. എന്നാൽ തമ്പുരാൻ്റെ വലിയ കൃപയാൽ നമ്മളെ വിളിച്ചടുപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അത് വല്ലതും ഉണ്ടോ? നമ്മുടെ യോഗ്യത കൊണ്ടാണ്. ആരെങ്കിലും ഒരു മനസ്സിൻ്റെ അടിത്തട്ടിൽ ഞാൻ യോഗ്യനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുർബാന കൊള്ളാൻ അയാളെപ്പോലെ അയോഗ്യൻ ലോകത്തിലായിരുന്നു. നമ്മുടെ അയോഗ്യത തമ്പുരാൻ്റെ സന്നിധിയിൽ സമ്മതിക്കുന്ന സമയമാണ് കുമ്പസാരം. കുമ്പസാര സമയത്ത് നമ്മളെന്താണ് പറയുന്നത്? എൻ്റെ തമ്പുരാനെ, ഞാൻ അയോഗ്യനാണ്, വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഒക്കെ പിഴച്ചുപോയി, തിരുമുഖത്തേക്ക് നോക്കാൻ പോലും ഭാവിക്ക് യാതൊരു യോഗ്യതയില്ല. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായിസോൻ, ഇതല്ലേ കുമ്പസാരം? അതെന്താ കുമ്പസാരം അല്ലേ? ഈ നിലവിളി നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉയരുന്ന സമയമാകണം കുമ്പസാരം. പലപ്പോഴും നമ്മൾ ഈ കുമ്പസാരം വളരെ ലാഘവമായിട്ടാണ് എടുക്കുന്നത്. കുമ്പസാര സമയത്താണ് ലോകകാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. ആ പുറത്ത് പുതിയ കാറ് ആരുടെ കിടക്കുന്നത്, ആരുടെയെന്ന് അറിയാമോ? അടുത്തിരിക്കുന്നവൻ്റെ കയ്യിൽ പുതിയ വാച്ചാണോ, അവളുടെ കയ്യിൽ വള പുതിയതാണോ, അവളുടെ സാരി പുതിയ, ഇതൊക്കെ അന്വേഷിക്കുന്ന സമയമാണ് കുമ്പസാരം. ഈ കുമ്പസാര സമയത്ത് നമ്മുടെ കണ്ണുകൾ അടയ്ക്കണം, കൈകൾ കൂപ്പണം. എന്നിട്ട് നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തന്നെ അർപ്പിച്ച കർത്താവിൻ്റെ ക്രൂശിനെ മനസ്സിൽ കാണും. ആ കുരിശിൽ കർത്താവ് കിടക്കുന്നതും കർത്താവിൻ്റെ ശരീരത്തിൽ രക്തം ഇറ്റിറ്റ് വീഴുന്നതും അന്ത്യശ്വാസം വലിക്കുന്നതും ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം കുമ്പസാരിക്കാൻ. അങ്ങനെ കുമ്പസാരിച്ചാൽ കണ്ണ് നിറയാത്തൊരു മനുഷ്യനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ചില ആളുകൾ കുമ്പസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് കുമ്പസാരിക്കും, അതുകൊണ്ട് കുർബാന കൊള്ളാൻ നേരത്തെ കരയും. അതിൻ്റെ ഓർഡർ നേരെ തിരിച്ചാണ്. കുമ്പസാരിക്കുമ്പോൾ കരഞ്ഞോണം, കുർബാന കൊള്ളാൻ നേരത്തെ മുഖം കെട്ടന്നിങ്ങനെ തിളങ്ങണം. എന്തുകൊണ്ടാണെന്നറിയാവോ? കുമ്പസാരം കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട അച്ഛൻ കർത്താവിൻ്റെ ഒരു വാഗ്ദാനത്തെ നമ്മളെ ഓർമ്മിപ്പിക്കും. എന്താണ്? സത്യമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ നിങ്ങളോട് ഓരോരുത്തരോടും പരമകാരുണ്യവാനായി ദൈവം നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിക്കും. ഇതിൽ കവിഞ്ഞൊരു സന്തോഷം എന്താ ലോകത്തിലുള്ളത്? ഒരു പാപവും ചെയ്യാത്തവനെ പോലെ എൻ്റെ തമ്പുരാൻ എന്നെ മാർവോട് ചേർത്തണച്ചിരിക്കുന്നു. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാണ് അല്ലേ? ആ വലിയ ഉറപ്പോടെയാണ് നമ്മൾ വിശുദ്ധ മേശയിൽ സംബന്ധിക്കാനായിട്ട് വരുന്നത്. അപ്പം മുഖം കിടന്ന് തിളങ്ങാതിരിക്കാൻ പറ്റുമോ?
എൻ്റെ സകല പാപവും ക്ഷമിച്ചിട്ട് എൻ്റെ തമ്പുരാൻ എന്നെ ഇങ്ങനെ മാർവോട് ഇതാ ചേർത്തണച്ചിരിക്കുന്നത്. ഇതിൽ കവിഞ്ഞ് യാതൊന്നും ആവശ്യം. ആ ഉറപ്പോടെയാണ് നമ്മൾ ഇവിടെ കുർബാന കൊള്ളാൻ. കുർബാനയ്ക്ക് മുട്ടുകുത്തുമ്പോൾ നമ്മൾ ആദ്യ കുർബാനയ്ക്ക് യോഹന്നാൻ കുർബാന കൊണ്ടതുപോലെ കൊള്ളണം. ആദ്യ കുർബാനയ്ക്ക് യോഹന്നാൻ എങ്ങനെ കുർബാന കൊണ്ട്? കർത്താവിൻ്റെ മാർവിൽ ചാരി കുർബാന കൊണ്ടു. അങ്ങനെയല്ലേ വായിക്കുന്നത്? അതുപോലെ കുർബാന കൊണ്ടു. നമ്മളിവിടെ മുട്ടുകുത്തുമ്പോൾ നമ്മോടൊപ്പം ആയിരിക്കുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മാർവിൽ ചാരി അവൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പ് അനുഭവിച്ച് മാർവിൻ്റെ ചൂടനുഭവിച്ച് വിശുദ്ധ കുർബാന കൊണ്ടു. ഒറ്റ പ്രാവശ്യം അങ്ങനെ കുർബാന കൊണ്ടാൽ ജീവിതത്തിൽ ഒരിക്കലും കർത്താവിൻ്റെ മേശയിൽ നിന്ന് മാറി നിൽക്കാൻ ഒരാൾക്ക് സാധിക്കും. ഇതത്ര അതുല്യമായൊരു അനുഭവമാണ്. കുർബാനയ്ക്ക് തുല്യമായ ഒരു ആരാധനയും സഭയിലില്ല. കൂട്ടായ്മയില്ല, ഉപവാസ പ്രാർത്ഥനയില്ല, പ്രൈസ് ആൻഡ് വർഷിപ്പില്ല, ഒന്നുമില്ല. കുർബാനയ്ക്ക് തുല്യമായി ലോകത്തിലൊന്നും ഇല്ല. കർത്താവിനോടൊപ്പം കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. എനിക്കിന്ന് ആദ്യമായി വിശുദ്ധ കുർബാന കൊള്ളുന്ന കുട്ടികളോട് പറയാനുള്ളത്, ഇന്നും മുതൽ ജീവിതത്തിൻ്റെ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ, കേൾക്കുന്നുണ്ടോ പറയുന്നത്? എപ്പോഴൊക്കെ കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കാൻ അവസരം കിട്ടും അപ്പോഴൊക്കെ ഒരുക്കത്തോടെ, വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരുക്കത്തോടെ കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കും. ലാഘവമായി എടുക്കേണ്ടതല്ല. അതുകൊണ്ടാണ് ഒരുക്കത്തോടെ തന്നെ വേണം കർത്താവിൻ്റെ മേശയിൽ സംബന്ധിക്കാൻ. ഒരു കാരണവശാലും കർത്താവിൻ്റെ മേശയിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. ഞാൻ ഇന്നത്തെ കാര്യമല്ല പറയുന്നത്, എല്ലാവരോടും പറയുന്നത് ഇന്നത്തെ കാര്യം കുർബാന കൊള്ളണമെന്നല്ല പറയുന്നത്. എല്ലാ ആഴ്ചയിലും എപ്പോഴൊക്കെ കർത്താവിൻ്റെ മേശയുണ്ടോ അപ്പോഴൊക്കെ ഒരുക്കത്തോടെ ആകാംക്ഷയോടെ കർത്താവിൻ്റെ മേശയിൽ വന്ന് സംബന്ധിക്കും. അത്ര അതുല്യമായ ഈ അനുഭവത്തിലേക്കാണ് തമ്പുരാൻ ഇപ്പോൾ നമ്മെ ക്ഷണിക്കുന്നത്. മക്കളെ, വരുവീൻ, നമുക്ക് ഒരുമിച്ച് ഭക്ഷിച്ച് കൂട്ടായ്മയായി